ഹലോ അനിമേ ലവേഴ്സ്, നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ഡീമൺ സ്ലെയർ ഇൻഫിനിറ്റി കാസിൽ ആർക്കിലെ അവസാനത്തെ എപ്പിസോഡാണ്. സോ നിങ്ങൾ ഇതിനു മുമ്പുള്ള എപ്പിസോഡ് കണ്ടിട്ടില്ലെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഒരു വലിയ പോഡ്കാസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ മുകളിൽ ഐക്കാർഡിലും കൊടുക്കാം, നിങ്ങൾക്ക് അതിലൊക്കെ ക്ലിക്ക് ചെയ്ത് കാണാവുന്നതാണ്. സോ ഇൻഫിനിറ്റി കാസിൽ ആർക്കിന്റെ കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ ഇതിന്റെ അവസാനത്തെ ഹാപ്പി എൻഡിങ് വേണമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിനെല്ലാവരും വേണമെന്നാണ് പറഞ്ഞത്. നമ്മളിത് ചെയ്തിട്ടില്ലെങ്കിലും ഈ ഒരു ഭാഗം ആരും കണ്ടിട്ടില്ലെങ്കിലും ഏറെക്കുറെ കഥ അവസാനിച്ചതുപോലെയാണ്. പക്ഷേ ഈ ഒരു ചാപ്റ്ററിൽ മോഡേൺ കാലഘട്ടത്തിൽ ഡീമൺ സ്ലെയർ എങ്ങനെയായിരിക്കും എന്ന് അവർ കാണിച്ചു തരുന്നുണ്ട്. അതുപോലെ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിൽ തലമുറയായിട്ട് ജനിച്ചു വന്ന ആൾക്കാരുണ്ട്. അതായത് ടാഞ്ചിറോ മരിച്ചിട്ടില്ലല്ലോ, അതുകൊണ്ട് ടാഞ്ചിറോയുടെ തലമുറയിൽ ജനിച്ചു വന്ന ക്യാരക്ടേഴ്സ് ഇതിലുണ്ട്. കൂടാതെ റീഇൻകാർണേറ്റ് ആയിട്ട് വന്ന ആൾക്കാരും ഉണ്ട്. അതായത് യുദ്ധത്തിൽ വെച്ച് മരിച്ചുപോയ ആൾക്കാർ ഇതിൽ റീഇൻകാർണേറ്റ് ആയിട്ടാണ് വരുന്നത്. സോ ഈ ഒരു ചാപ്റ്ററിലുള്ള എല്ലാവരും റീഇൻകാർണേഷൻ അല്ല, കുറച്ചുപേര് തലമുറയായിട്ട് ജനിച്ചു വന്നവരാണ്. അതായത് ഡീമൺ സ്ലെയറിലുള്ള ആൾക്കാർ അവരുടെ പൂർവികരാണ്. അതുകൊണ്ട് ഈ ഒരു കാര്യം മാത്രം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. സോ ഡീമൺ സ്ലെയറിലെ അവസാനത്തെ വീഡിയോ ആണിത്. അതായത് നമ്മൾ ഡീമൺ സ്ലെയറിന്റെ മുഴുവൻ കഥയും ഇതോടെ പറഞ്ഞ് അവസാനിപ്പിക്കും. ഇനി വരാൻ പോകുന്ന അനിമേഷൻ മാത്രമേ നമ്മൾ ചെയ്യുള്ളൂ. അതും ഓരോ വർഷം കൂടുമ്പോഴൊക്കെ ആയിരിക്കും ആ അനിമേഷൻ റിലീസ് ആകാൻ പോകുന്നത്. സോ ഞാൻ പറഞ്ഞു വന്നത്, ഈ ഒരു വീഡിയോയോടെ ഡീമൺ സ്ലെയറിന്റെ മുഴുവൻ കഥയും അനിമോ എക്സ്പോഷർ എക്സ്പ്ലെയിൻ ചെയ്ത് തീർക്കാൻ പോവുകയാണ്. അവസാനത്തെ വീഡിയോ ആയതുകൊണ്ട് ഈ ഒരു വീഡിയോയിൽ ഒരു 5K ലൈക്ക് ചലഞ്ച് ഉണ്ട്. അതുകൊണ്ട് വീഡിയോ കാണുന്ന എല്ലാവരും ലൈക്ക് ചെയ്ത് 5K ലൈക്ക് ചലഞ്ചിലേക്ക് ജോയിൻ ചെയ്യുക. അതുപോലെ നിങ്ങൾ ലൈക്ക് ചെയ്യുന്ന സമയത്ത് എത്ര ലൈക്ക് എന്ന് കമന്റ് കൂടെ ചെയ്യണം. എന്നാ അനിമേ ലവേഴ്സ്, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു അനിമോ എക്സ്പോഷർ. എപ്പിസോഡിന്റെ തുടക്കത്തിൽ മോഡേൺ കാലഘട്ടത്തിൽ ജീവിക്കുന്ന ടാഞ്ചിറോയുടെ തലമുറയിൽ ജനിച്ചു വന്ന കനാട്ട കമാഡോയെയും സുമിഹിക്കോ കമാഡോയെയും കാണിക്കുന്നു. ഇതിലൂടെ നമുക്ക് ടാഞ്ചിറോ കനാവോയാണ് കല്യാണം കഴിച്ചതെന്ന് മനസ്സിലാക്കാം. ഇതിലെ കനാട്ട കമാഡോ കനാവോയെ പോലെയും സുമിഹിക്കോ കമാഡോ ടാഞ്ചിറോയെ പോലെയാണുള്ളത്. ഇപ്പൊ കിടന്നുറങ്ങിക്കൊണ്ടിരിക്കുന്ന സുമിഹിക്കോയോട് അവന്റെ ചേട്ടൻ കനാട്ട, ഡാ നീ എഴുന്നേക്കുന്നില്ലേ, നമ്മളിന്ന് സ്കൂളിൽ ലേറ്റ് ആവും, ഞാനിത് കുറെ നേരമായിട്ട് നിന്നോട് പറയുന്നുണ്ട്, സുമിഹിക്കോ നീ എഴുന്നേക്ക്. ഞാൻ എഴുന്നേക്കാണ് എന്ന് സുമിഹിക്കോ പറയുന്നത് കേട്ട് ഞാൻ ഇത് തന്നെ 28 പ്രാവശ്യം കേട്ടുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞ് കനാട്ട സ്കൂളിലേക്ക് പോകുന്നു. മറ്റൊരു ഭാഗത്ത് നെസുക്കോയും സെനിറ്റ്സുവും കല്യാണം കഴിച്ച് അവരുടെ തലമുറയിൽ ജനിച്ചു വന്ന രണ്ടുപേരെ കാണിക്കുന്നു. സെനിറ്റ്സുവിനെ പോലെ ഇരിക്കുന്ന യോഷിറ്റോറു അഗാറ്റ്സുമയെയും നെസുക്കോയെ പോലെ ഇരിക്കുന്ന അവന്റെ ചേച്ചി ടോക്കോ അഗാറ്റ്സുമയെയും. ഇപ്പൊ യോഷിറ്റോറു സ്കൂളിലേക്ക് പോകേണ്ട സമയത്ത് അവരുടെ പൂർവികര്, അതായത് ടാഞ്ചിറോ, സെനിറ്റ്സു ഇവരൊക്കെ ചേർന്ന് ഡീമൺ സ്ലേയേഴ്സിനെ തോൽപ്പിച്ച കഥ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടേക്ക് അവന്റെ ചേച്ചി ടോക്കോ വന്ന് അവനെ ചവിട്ടി, നീ കഴിഞ്ഞ തവണ തന്നെ ഒരുപാട് എക്സാമിന് തോറ്റു, അതുകൊണ്ട് പൂർവികർക്ക് അപമാനം ഉണ്ടാക്കി വെക്കാതെ മര്യാദയ്ക്ക് എക്സാമിന് പഠിച്ച് ജയിക്കാൻ നോക്ക്. ശേഷം രണ്ടുപേരും സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് ടോക്കോ അവനോട്, നമ്മുടെ കുടുംബത്തിലുള്ള എല്ലാ പെണ്ണുങ്ങളും വളരെ ശാന്തിയും സമാധാനവും ബുദ്ധിയുള്ളവരാണ്, എന്തുകൊണ്ടാണ് നീ മാത്രം ഇങ്ങനെ മണ്ടനെ പോലെ ആയത്? അത് കേട്ട് യോഷിറ്റോറു, നീ റീഇൻകാർണേഷനിൽ വിശ്വസിക്കുന്നുണ്ടോ, അതായത് പുനർജന്മം? എനിക്കതിൽ വിശ്വാസമുണ്ട്. യുദ്ധത്തിലെ ഡീമൺസിന്റെ കൂടെ പൊരുതി മരിച്ചുപോയ ആൾക്കാരെ പുനർജന്മം എടുത്ത് സന്തോഷത്തോടെ ജീവിക്കും, അതെനിക്ക് ഉറപ്പാണ്. ആ സമയത്ത് ടോക്കോ അവളുടെ ഫോണിലെ ഒരു ന്യൂസ് കണ്ട് നാണിക്കുന്നു. അത് ഗോൾഡ് മെഡൽ കിട്ടിയ ടെങ്കൻ ഉസൂയുടെ തലമുറയിൽ ജനിച്ചു വന്ന ടെൻമ ഉസൂയെ കണ്ടിട്ടാണ്. അത് കണ്ട് കുശുംബാവുന്ന യോഷിറ്റോറു, അവൻ അത്ര നല്ലവനൊന്നുമല്ല, അവൻ റിപ്പോർട്ടേഴ്സിന് നേരെ അവന്റെ നടുവരിൽ പൊക്കി കാണിച്ചു കൊടുത്തു, വൃത്തികെട്ടവൻ. അതിന് ടോക്കോ, അവൻ അങ്ങനെ ചെയ്യാൻ കാരണം ആ റിപ്പോർട്ടേഴ്സ് തന്നെയാണ്, വെറുതെ അവനെ കുറ്റം പറയല്ലേ. അതിന് ജെനിറ്റ്സു, സോറി യോഷിറ്റോറു പറയും, അപ്പൊ സൗന്ദര്യം ഉണ്ടെങ്കിൽ എന്ത് വേണമെങ്കിലും ചെയ്യാനാണോ? ആ സമയത്ത് അവർ മറ്റൊരു ന്യൂസ് കാണുന്നുണ്ട്. ഹാഷിബിറ ഓബ എന്ന് പറയുന്ന ഒരു പെണ്ണ് ബ്ലൂ സ്പൈഡർ ലില്ലിയെ കുറിച്ച് ചെയ്ത ഒരു റിസർച്ചിനെ പറ്റിയാണ്. അതെന്താണെന്ന് വെച്ചാൽ വർഷത്തില് 1-2 പ്രാവശ്യം മാത്രം പൂക്കുന്ന ഒരു പ്രത്യേകതരം പൂവാണ് ഈ ബ്ലൂ സ്പൈഡർ ലില്ലി. അതും രാത്രി പൂക്കില്ല, രാവിലെ മാത്രം. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ എന്തുകൊണ്ടാണ് മൂസാന് തല കുത്തി നിന്നിട്ടും ഈ ബ്ലൂ സ്പൈഡർ ലില്ലി കിട്ടാതിരുന്നെന്ന്? രാവിലെ മാത്രം പൂക്കുന്ന പൂവ്, അതും വർഷത്തിൽ 1-2 പ്രാവശ്യം മാത്രം പൂക്കുന്ന പൂവ്, അത് രാത്രി തെരഞ്ഞെടുത്തിട്ട് വല്ല കാര്യമുണ്ടോ? ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ മൂസാൻ ഒരു മണ്ടൻ തന്നെയെന്ന്? ഇവിടെ ഹാഷിബിറ ഓബ എന്ന് പറയുന്ന ആ പെണ്ണ് ഒരുപാട് റിസർച്ച് ചെയ്ത് ആ ബ്ലൂ സ്പൈഡർ ലില്ലി കണ്ടുപിടിച്ചു. പക്ഷേ ഒരു ചെറിയ കയ്യബദ്ധം കാരണം അത് നശിച്ചുപോയി. ഈ ന്യൂസ് കാണുന്ന യോഷിറ്റോറു, ഇവരൊക്കെ എന്തിനാ ഇത്രയും സുന്ദരിയായിട്ടുള്ള ഈ പാവം പെണ്ണിനെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത്? അപ്പോഴാണ് അവന് മനസ്സിലാകുന്നത് അത് പെണ്ണല്ല, പകരം ആണാണെന്ന്. അത് കേട്ട് ഷോക്കാവുന്ന യോഷിറ്റോറുവിനോട്, നീയും പെണ്ണുങ്ങളുടെ കാര്യത്തിൽ അച്ഛനെ പോലെ തന്നെയാണ് എന്ന് ടോക്കോ പറയുന്ന സമയത്താണ് റോഡിലൂടെ 2 ഇരട്ടക്കുട്ടികളെ കൊണ്ടുപോകുന്ന ഒരമ്മയെ അവർ കാണുന്നത്. അത് മറ്റാരുമല്ല, പണ്ട് മരിച്ചുപോയ മുയിച്ചിരയും അവന്റെ ബ്രദർ യുയിച്ചിരയാണ്. ശേഷം അവിടെ മറ്റൊരു സ്കൂളിലെ 2 പെൺകുട്ടികൾ സംസാരിക്കുന്നത് കണ്ട് യോഷിറ്റോറു, പണ്ട് സെനിറ്റ്സു എങ്ങനെയായിരുന്നു അതുപോലെ അവരെയും കണ്ണെടുക്കാതെ നോക്കി നിൽക്കുന്നു. അതുപോലെ ആ 2 പെൺകുട്ടികള് ഷിനോബുവിന്റെയും അവളുടെ ചേച്ചി കനാവോയുടെയും പുനർജന്മമാണ്. ശേഷം അവർ പോകുന്ന വഴിക്ക് വെച്ച് അവർ കനാട്ടയെ കാണുന്നു. കണ്ടുമുട്ടിയ കനാട്ടയും ടോക്കോയും ഒരു ലവേഴ്സിനെ പോലെയാണ് സംസാരിക്കുന്നത്. പോലെയാണെന്നല്ല, അവർ ലവേഴ്സ് ആണ്. അവർ രണ്ടുപേരും കൊഞ്ചിക്കൊഴിഞ്ഞ് സംസാരിക്കുന്നത് കണ്ട് നമ്മുടെ യുഷിറ്റാരുവിന് ദേഷ്യം വരുന്നുണ്ട്. അപ്പൊ അവർ പോകുന്ന വഴിയില് കുട്ടികളെ നോക്കുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ കുട്ടികളെ നോക്കുന്നത് മറ്റാരുമല്ല, അവിടെ നിൽക്കുന്നത് നമ്മുടെ മരിച്ചുപോയ ഗ്യോമയുടെ പുനർജന്മമാണ്. പുനർജന്മത്തിലും അദ്ദേഹം കുട്ടികളെ നോക്കുന്ന ജോലി തിരഞ്ഞെടുത്തു. കുട്ടികളെ അത്രയും അദ്ദേഹത്തിന് ഇഷ്ടമുണ്ട്. ശേഷം അന്നത്തെ ദിവസത്തെ അവരുടെ ക്ലാസ് പകുതി വരെയുള്ളൂ. അതുകൊണ്ട് കനാട്ടയും ടോക്കോയും പുറത്തൊരു റെസ്റ്റോറന്റിൽ പോയി ഭക്ഷണം കഴിക്കാന്ന് പറയുന്നു. ആ റെസ്റ്റോറന്റ് നടത്തുന്നത് പുനർജന്മം എടുത്ത് നമ്മുടെ ഒബനായി മിറ്റ്സൂരിയാണ്. അപ്പൊ അവിടേക്കാണ് പോകുന്നതെന്ന് പറയുമ്പോൾ കനാട്ട ടോക്കോയോട്, എനിക്ക് അവിടെ വെച്ച് ഒരു ദിവസം ഒരു അനുഭവം ഉണ്ടായി. ആ റെസ്റ്റോറന്റിലുള്ള സ്ത്രീയെ ഒരാൾ വൃത്തികെട്ട രീതിയിൽ കുറെ നേരം നോക്കിക്കൊണ്ടിരുന്നു. അപ്പൊ ആ സ്ത്രീയുടെ ഭർത്താവ് ഒന്നും നോക്കാതെ അയാൾക്ക് നേരെ കത്തി എടുത്തെറിഞ്ഞു. അത് കേട്ട ടോക്കോ, അത്
യോഷിറ്ററു ആണെന്നുള്ള രീതിയിൽ അവനോട് സംസാരിക്കുമ്പോ എന്താടി നീ പറയുന്നേ, അത് സത്യമല്ല, നുണയാണ്. പട്ടാപ്പകൽ നീ ഒരു പാവം പിടിച്ച പയ്യനെതിരെ അപവാദം പറഞ്ഞു നടക്കുന്നോ എന്ന് പറഞ്ഞ് യോഷിറ്ററു ചൂടാവുന്നു. ഇതേ സമയത്ത് വീട്ടിൽ ഉറങ്ങിക്കൊണ്ടിരുന്ന സുമിഹിക്കോ പെട്ടെന്ന് ചാടി എണീറ്റ് സമയം നോക്കി വെപ്രാളം പിടിച്ച് സ്കൂളിലേക്ക് പോകാൻ തുടങ്ങാണ്. അങ്ങനെ സ്കൂളിലേക്ക് എത്താൻ വേണ്ടി അവൻ ജനലിലൂടെ എടുത്തു ചാടി ബിൽഡിങ്ങിന്റെ മുകളിലൂടെയൊക്കെ ഓടിയിട്ടാണ് അവൻ പോകുന്നത്, ഒരു ബ്രീത്തിങ് യൂസർ പോലെ വളരെ സിമ്പിൾ ആയിട്ട്. ശേഷം അവനൊരു വീടിന്റെ അടുത്തൂടെ ഓടി പോകുമ്പോ അവിടെ രണ്ടുപേരിരുന്ന് ഒരു ബോർഡ് ഗെയിം കളിക്കുന്നു. അത് നമ്മുടെ ടാഞ്ചിറോയുടെ മാസ്റ്റർ ഉറോക്കഡാക്കുകയും ജെനിറ്റ്സുവിന്റെ മാസ്റ്റർ ജിഗുറോയുടെയും പുനർജന്മമാണ്. അപ്പൊ ജിഗുറോ അവനെ കണ്ട് ഈ ചെറുക്കൻ എന്താ എന്നും ഇങ്ങനെ ഓടുന്നേ, അവൻ എന്നും ഇത് തന്നെയാണോ പണി എന്ന് പറഞ്ഞ് അയാൾ പറയുന്നു. അപ്പൊ അവിടെയുള്ള ടിവിയിൽ ജപ്പാനിലെ ഏറ്റവും പ്രായം കൂടിയ മനുഷ്യനെ ഇന്റർവ്യൂ ചെയ്യുന്നത് കാണിക്കുന്നു. അയാൾ ഉബുയാഷിക്കി ഫാമിലിയിൽ ജനിച്ചു വന്ന ഒരാളാണ്. ഈ ഒരു സീനിലൂടെ മൂസാൻ ഇല്ലാതായതിനു ശേഷം ഉബുയാഷിക്കി ഫാമിലിയുടെ മേലിലുണ്ടായിരുന്ന 25 വയസ്സിന് ശേഷം അവർ മരിച്ചുപോകും എന്ന ശാപം മാറി ആ ഫാമിലിയിൽ പെട്ട ആൾക്കാരാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ കാലം അവിടെ ജീവിക്കുന്നതെന്ന് കാണിക്കുന്നു. ശേഷം സ്കൂളിലേക്ക് ഓടിപ്പോകുന്ന സുമിഹിക്കോ ഹാഗനെസുക്കോ എക്യുപ്മെന്റ്സ് എന്ന് പറയുന്ന ഒരു കടയുടെ മുന്നിലൂടെ ഓടിപ്പോകുന്നുണ്ട്. ഹാഗനെസുക്കോ ആരാണെന്ന് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ, ടാഞ്ചിറോയുടെ വാൾ ഉണ്ടായി കൊടുക്കുന്ന അവന്റെ സോർട്സ്മാൻ. പുനർജന്മത്തിലും അദ്ദേഹം ഇവിടെ അത് തന്നെയാണ് ചെയ്യുന്നത്. ഇപ്പൊ സ്കൂളിലേക്ക് പെട്ടെന്ന് ഓടിപ്പോയിക്കൊണ്ടിരിക്കുന്ന സുമിഹിക്കോയെ കണ്ട് വഴിയിലുള്ള 3 പെൺകുട്ടികൾ അവനെ റണ്ണിംഗ് മാൻ എന്ന് വിളിക്കുന്നു. അവർ 3 പേരും ബട്ടർഫ്ലൈ മാൻഷനിലെ ടാഞ്ചിറോയെ സഹായിച്ച ആ 3 പെൺകുട്ടികളുടെ പുനർജന്മമാണ്. ശേഷം ഓടിപ്പോകുന്ന സുമിഹിക്കോ പെട്ടെന്ന് റോഡിലുള്ള പോലീസ് കാറിന്റെ മുകളിലൂടെ ചാടി കടന്നു പോകുന്നു. ആ കാറിലുള്ള 2 പോലീസ് നമ്മുടെ സനമയുടെയും ഗന്യയുടെയും പുനർജന്മമാണ്. അതിലെ ഗന്യ സനമയോട് ഈ പയ്യനെ പറ്റിയാണ് ഞാൻ പറഞ്ഞത്, ഇവനെ കുറിച്ച് നമുക്ക് 7 കേസുകളാണ് കിട്ടിയിട്ടുള്ളത്. അത് കേട്ട് പണ്ട് സനമിക്ക് എങ്ങനെ ദേഷ്യം വരുമോ അതുപോലെ സുമിഹിക്കോയെ കണ്ട് സനമിക്ക് ഇപ്പോഴും ദേഷ്യം വരുന്നു. ശേഷം സുമിഹിക്കോ 3 കുട്ടികളെ മറികടന്നു പോകുന്നു. അതാണ് നമ്മുടെ ഗിയു, സാബിറ്റോ, ചുത്താക്കോ, അവരുടെ 3 പേരുടെയും പുനർജന്മം. അവർ 3 പേരും ഒരു ടോയിയെ പറ്റി സംസാരിച്ച് വളരെ സന്തോഷത്തോടെ കടന്നു പോകുന്നു. അടുത്ത സീനില് ലോകത്തെ അവസാനത്തെ ഡീമൺ യൂഷിരോ ഇപ്പോഴും ജീവനോട് ഉള്ളതായിട്ട് കാണിക്കുന്നു. അവൻ ടമായോടെ ചിത്രങ്ങളൊക്കെ വരച്ച് ഒരു ഫേമസ് ആയ ആർട്ടിസ്റ്റ് ആയിട്ട് മാറി. സ്കൂളിലുള്ള കുട്ടികൾ വരെ അവൻ വരച്ച ചിത്രമാണ് വാൾപേപ്പർ ആയിട്ട് വെച്ചിരിക്കുന്നത്. ഇതിനുശേഷം കാണിക്കുന്നത് എല്ലാവരും ആഗ്രഹിച്ചതുപോലെ സുമിഹിക്കോയുടെ കൂടെ ടോഞ്ചിറോ റങ്കോക്കുവിന്റെ പുനർജന്മമായിട്ടുള്ള ടോഞ്ചിറോ ഓടി വരുന്നു. അവർ രണ്ടുപേരും ഫ്രണ്ട്സ് ആണ്. പുറകിൽ അവരെ പിടിക്കാൻ വേണ്ടി പോലീസ് ഉണ്ടെന്ന് പോലും നോക്കാതെ ടോഞ്ചിറോ സുമിഹിക്കോയോട് അവന്റെ കൂടെ കെൻഡോ ക്ലബിൽ ജോയിൻ ചെയ്യാൻ പറയുന്നു. അതിന് സുമിഹിക്കോ ഹേയ് വേണ്ട, അതിലൊക്കെ ജോയിൻ ചെയ്താൽ എന്റെ ഉറക്കം നഷ്ടപ്പെടും, അതുകൊണ്ട് ഉറക്കം വിട്ടുള്ള കളിയൊന്നും വേണ്ട എന്ന് പറഞ്ഞ് രണ്ടുപേരും ഓടി വരുന്ന സമയത്ത് അവരുടെ സ്കൂളിലെ മുറാട്ടയുടെ പുനർജന്മമായ ടീച്ചർ ഗേറ്റ് അടയ്ക്കാൻ ഇനിയും 3 മിനിറ്റ് ബാക്കി ഉണ്ടായിട്ടും അവർ രണ്ടുപേരും ഓടി വരുന്നത് കണ്ട് പെട്ടെന്ന് സ്കൂളിന്റെ ഗേറ്റ് അടയ്ക്കുന്നു. പക്ഷെ രണ്ടുപേരും ഒരുമിച്ച് ആ ഗേറ്റ് ചാടി കടന്ന് സ്കൂളിന്റെ അകത്തേക്ക് കയറി. അപ്പൊ അവരുടെ പുറകെ വന്ന ഗന്യയുടെയും സനമയുടെയും പുനർജന്മം അവർ രണ്ടുപേരും രക്ഷപ്പെട്ടതുകൊണ്ട് ഇവരുടെ അടുത്ത് മുറാട്ട പെട്ടു. ശേഷം കാണിക്കുന്നത് ഇനോസ്കയുടെ തലമുറയിൽ ജനിച്ചു വന്ന ഇനോസ്കയെ പോലെ ഇരിക്കുന്ന ഇവനെയാണ്. ഇന്നത്തെ ദിവസം നല്ലതായിരുന്നു, പക്ഷേ എന്നെ എന്തായാലും റിസർച്ച് ലാബിൽ നിന്ന് പുറത്താക്കും, അതുകൊണ്ട് എനിക്കൊരു മലയുടെ മുകളിൽ പോയി ഒറ്റയ്ക്ക് ജീവിക്കണം എന്ന് പറഞ്ഞ് അവൻ സങ്കടപ്പെടുന്നു. ഇവൻ നമ്മുടെ ഇനോസ്കയെ പോലെ ഒന്നുമല്ല, ഇനോസ്കെ ആണെങ്കിൽ ഇങ്ങനെയാണോ, പുറത്താക്കുന്നെങ്കിൽ പുറത്താക്കട്ടെ പോട്ട് പുല്ലെന്ന് പറഞ്ഞ് ഇനോസ്കെ എല്ലാത്തിനെയും ചവിട്ടി എറിഞ്ഞിട്ട് വരും. പക്ഷെ ഇവന് മാത്രം ഇനോസ്കയുടെ മുഖമുണ്ട്, പക്ഷെ ഇനോസ്കയുടെ ആ സ്വഭാവം ഒന്നുമില്ല. ഇനോസ്കയെ കല്യാണം കഴിച്ചത് ആവിയായിരിക്കും, എന്നിരുന്നാലും ആവിയുടെ സ്വഭാവം പോലും ഇവന് കിട്ടിയിട്ടില്ല. ഇതിനുശേഷം അവസാനം സുമിഹിക്കോയുടെ അമ്മയ്ക്ക് ഒരു കോള് വരുന്നു. നിങ്ങളുടെ മകൻ ഇപ്പോൾ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്, അവൻ ഇപ്പൊ തന്നെ ഞങ്ങൾക്ക് വലിയ തലവേദനയാണ് എന്ന് സുമിഹിക്കോയുടെ അമ്മയോട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ തൊട്ടപ്പുറത്തുള്ള ചുമരില് ടാഞ്ചിറോയുടെ കട്ടാനയും അവന്റെ ഹാനഫൂഡ ഇയറിങ്ങും അവസാനം ഡീമൺ സ്ലെയറിൽ ജീവനോടുണ്ടായിരുന്ന ആൾക്കാരുടെ ഒരു വലിയൊരു ഗ്രൂപ്പ് ഫോട്ടോയും കാണിച്ചുകൊണ്ട് ഈ ഒരു ഡീമൺ സ്ലെയർ ഇവിടെ വെച്ച് അവസാനിക്കുന്നു. അതായത് മാങ്ക ഇവിടെ വെച്ച് കംപ്ലീറ്റ് ആയിട്ട് അവസാനിക്കുന്നു. സോ ആഫ്റ്റർ എ ലോങ് ടൈം നമ്മൾ ഡീമൺ സ്ലെയറിന്റെ മുഴുവൻ കഥയും എക്സ്പ്ലെയിൻ ചെയ്ത് തീർത്തു. 4 സീസൺ അനിമേഷൻ ആയിട്ടും ബാക്കിയെല്ലാം മാങ്ക എക്സ്പ്ലനേഷൻ ആയിട്ടും ഡീമൺ സ്ലെയർ അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് അവസാനിച്ചു. ഇനി സെപ്റ്റംബറിൽ റിലീസ് ചെയ്യാൻ പോകുന്ന ആ ഒരു മൂവിയും കൂടെ കണ്ടതിന് ശേഷം നമുക്ക് അതും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. അത് കഴിഞ്ഞ് അടുത്ത വർഷമായിരിക്കും അടുത്ത സിനിമ. അങ്ങനെ 3-4 വർഷം ഇവർ ഈ ഡീമൺ സ്ലെയർ നീട്ടിക്കൊണ്ട് പോകുന്ന ഉറപ്പാണ്. അവരങ്ങനെ ഇങ്ങനെയൊന്നും ഡീമൺ സ്ലെയർ തീർക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. അതിന് അവർ കണ്ട വഴി എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. 3 വർഷം കൊണ്ട് 3 സിനിമ, അത് കഴിഞ്ഞ് എന്തായാലും ഒരു എൻഡിങ് ഉണ്ടാവുമല്ലോ, അതിനും വേണം 1 വർഷം. സോ 4 വർഷം കൊണ്ട് ഡീമൺ സ്ലെയർ അനിമയിൽ കംപ്ലീറ്റ് ആയിട്ട് അവസാനിക്കുന്നു നമുക്ക് പ്രതീക്ഷിക്കാം. സോ വീഡിയോക്ക് ലൈക്ക് ചെയ്ത് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക. അടുത്തത് ഏത് അനിമേഷൻ ചെയ്യണം, അല്ലെങ്കിൽ ഏത് മാങ്ക ചെയ്യണം, അതും അല്ലെങ്കിൽ ഏത് മങ്വ ചെയ്യണം എന്ന് കമന്റ് ചെയ്യുക. പറ്റുന്നതാണെങ്കിൽ ഞാൻ എല്ലാം ചെയ്യും. എന്നാ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ അനിമേ ലവേഴ്സ്, ഇറ്റ്സ് മീ അനിമോ.